ഇന്നത്തെ മാർക്കറ്റിനെ മനസ്സിലാക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് നടന്നതെന്ന് നോക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ എന്തായിരിക്കും, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് എങ്ങനെ കണ്ടിന്യൂ ചെയ്യും എന്നൊക്കെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ എന്താ നടന്നതെന്ന് നോക്കി. നമ്മുടെ മാർക്കറ്റ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. കണ്ടോ, ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. എവിടെ എൻഡ് ചെയ്തേ? ഇവിടെയാണ് എൻഡ് ചെയ്തത്. അതായത് ഞാനൊന്ന് താഴേക്ക് ട്രാക്ക് ചെയ്യാം. കണ്ടോ, ഏറ്റവും ഹൈ പോയിന്റിൽ. ഇതെന്ത് ട്രെൻഡാണ്? ഒന്ന് ആലോചിച്ച് നോക്കി, ഇതെന്ത് ട്രെൻഡാണ്? വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. ഇതൊരു അപ് ട്രെൻഡാണ് അല്ലേ? വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അപ് ട്രെൻഡാണ്. മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരിക്കൽ പോലും മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് പിന്നെ തിരിച്ച് വന്നിട്ടില്ല. മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് അവസാനിച്ചതും ആ ഒരു ട്രെൻഡ് തന്നെയാണ്. അവസാനം വരെയും ആ ട്രെൻഡിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇതാരാണ് ഈ മാർക്കറ്റിൽ ഡോമിനൻ്റ് ആയിട്ട് നിന്നത്? അതായത് ആരുടെ കൺട്രോളിലായിരുന്നു ഈ മാർക്കറ്റ് കംപ്ലീറ്റ്? സെല്ലേഴ്സാണോ ബയേഴ്സാണോ? ഒന്ന് ചിന്തിച്ച് നോക്കി. ബയേഴ്സാണ് അല്ലേ? കാരണം ബയേഴ്സ് സ്ട്രോങ് ആയാലല്ലേ മാർക്കറ്റിനെ അപ് ട്രെൻഡിൽ കൊണ്ടുപോകാൻ പറ്റൂ. ഈ അപ് ട്രെൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എല്ലാ അപ് ട്രെൻഡിൻ്റെയും, ഏത് മാർക്കറ്റിൻ്റെയും ഏതൊരു അപ് ട്രെൻഡ് ആയാലും അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ബയേഴ്സ് എന്ന് പറയുന്നത് സെല്ലേഴ്സിനേക്കാൾ സ്ട്രോങ് ആവുമ്പോഴാണ് ഒരു അപ് ട്രെൻഡ് ഫോം ആവുന്നത്. ഉറപ്പായിട്ടും ഒരു മാർക്കറ്റിൽ ബയേഴ്സും സെല്ലേഴ്സും എപ്പോഴും ഉണ്ടാവും. പക്ഷേ ബയേഴ്സ് സെല്ലേഴ്സിനേക്കാൾ അധികമായിട്ട് നിൽക്കുമ്പോൾ, അതായത് ഡിമാൻഡ് സപ്ലൈയെ എക്സീഡ് ചെയ്യുമ്പോഴാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്? അപ് ട്രെൻഡ് പോകുന്നത്. ഇത് ഏതൊരു, നമ്മളിപ്പോൾ നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രം എടുക്കണ്ട, നമ്മൾ നോർമലി നമ്മൾ കടയിൽ പോയി വാങ്ങുന്ന സാധനങ്ങൾക്ക് പോലും അതിൻ്റെ വില നിശ്ചയിക്കുന്നത് പോലും എന്ത് തന്നെയാണ്? സപ്ലൈയും ഡിമാൻഡും തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു അപ് ട്രെൻഡ് കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ബയേഴ്സ് സ്ട്രോങ് ആണെന്ന് നമുക്കറിയാം. ബയേഴ്സ് ആരേക്കാൾ സ്ട്രോങ് ആണ്? സെല്ലേഴ്സിനേക്കാൾ സ്ട്രോങ് ആണ്. ബയേഴ്സ് ഡോമിനൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ബയേഴ്സിൻ്റെ സെൻറ്റിമെൻ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെ ഈ ബയേഴ്സ് വർക്ക് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കി. അതിനായിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് മാറിയിട്ട് നമ്മളെ ഒന്ന് ചിന്തിച്ച് നോക്കി. നമുക്ക് സ്ഥിരം ആവശ്യമുള്ളൊരു വസ്തു, ഓക്കെ, നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നൊരു എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും എടുത്തോളൂ. അപ്പോൾ ഡെയിലി അതിന് ആഴ്ച തോറുമോ മാസം തോറുമോ ഡെയിലിയോ അതിന് വില കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനത്തിൻ്റെ പ്രൈസ് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മൾ രാവിലെ ആ ഒരു സാധനം മാർക്കറ്റിൽ ബൈ ചെയ്യാൻ പോകുന്ന സമയത്ത് അതിൻ്റെ വില കുറഞ്ഞതായിട്ട് നമ്മൾ കണ്ടു. വളരെ പെട്ടെന്ന്, സാധാരണ അങ്ങനെ നടക്കുന്നതല്ല. അപ്പോൾ വളരെ പെട്ടെന്ന് എന്താണ്, ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫോൾ ആവുന്നത് നമ്മൾ കണ്ടു. സ്വാഭാവികമായിട്ടും നമുക്ക് അത്യാവശ്യമുള്ള സാധനമാണേ. അപ്പോൾ സ്ഥിരം വില കൂടിക്കൊണ്ടിരുന്ന ആ ഒരു വസ്തുവിന് വളരെ പെട്ടെന്ന് വില കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ബൈ ചെയ്യത്തില്ലേ? ബൈ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ആയിരിക്കുമല്ലോ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാരും ചിന്തിക്കുന്നത്. അവർക്ക് നമ്മളെപ്പോലെ അത് ആവശ്യമുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ അവരും ബൈ ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത് മറ്റൊന്നുകൊണ്ടല്ല. ഇവിടെ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് കൺട്രോളിൽ നിർത്തിയിരുന്നത് ബയേഴ്സാണ്. ബയേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്കൗണ്ടിൽ എന്ത് കിട്ടിയാലും ബൈ ചെയ്യുക. ബയേഴ്സിന് ഏറ്റവും വേണ്ടത് ഡിസ്കൗണ്ടിൽ കിട്ടുക. നമ്മൾ ഒരു ബയ്യർ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം മേടിക്കാൻ പോയാൽ നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടാൻ നമ്മൾ നോക്കില്ലേ? അപ്പോൾ അങ്ങനെ ബയേഴ്സിൻ്റെ കൺട്രോളിൽ നിന്നൊരു മാർക്കറ്റിൽ പെട്ടെന്നൊരു ഡിസ്കൗണ്ട് വരികയാണ് ഇന്ന് രാവിലെ. ഈ ഡിസ്കൗണ്ട് വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർനൈറ്റ് ആണ്. അതായത് മാർക്കറ്റ് ഇന്നലെ അവസാനിച്ചിട്ട് ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്തില്ലേ. അപ്പം നമ്മുടെ ഗ്ലോബലി വരുന്ന ഇഷ്യൂസും, അതായത് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടാണ് മാർക്കറ്റ് താഴെ പോയത്. അല്ലാതെ ഇവിടെ സെല്ലേഴ്സ് വന്നതല്ല. ഗ്ലോബലി നമ്മുടെ മാർക്കറ്റിൽ എന്തൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഓരോ ദിവസം രാവിലെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും വരില്ലേ, അത് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. അപ്പോൾ ആൾറെഡി ബയേഴ്സ് അപ് ട്രെൻഡിൽ കൊണ്ടുപോയൊരു മാർക്കറ്റിൽ വളരെ പെട്ടെന്ന് ഒരു ഡിസ്കൗണ്ട് വരികയാണ്. ബയേഴ്സിൻ്റെ സെൻറ്റിമെൻ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഡിസ്കൗണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ, ഷോപ്പുകളിലൊക്കെ വളരെയധികം ഡിസ്കൗണ്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരുപാട് ബയേഴ്സ് വരികയും കസ്റ്റമേഴ്സ് വരികയും പ്രോഡക്റ്റ് എല്ലാം ബൈ ചെയ്ത് തീർക്കുകയും ചെയ്യത്തില്ലേ? അതേ സെയിം സെൻറ്റിമെൻ്റാണ് ഇവിടെ വർക്കാവുന്നത്. മാർക്കറ്റിൽ വളരെ സ്ട്രോങ് ആയിട്ട്, ഇതൊരു ചെറിയ അപ് ട്രെൻഡ് അല്ല, കഴിഞ്ഞ ദിവസത്തെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അപ് ട്രെൻഡാണ്. കണ്ടോ, വളരെ ഫാസ്റ്റായിട്ട് മാർക്കറ്റ് അപ്പ് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അപ് ട്രെൻഡിൽ പെട്ടെന്നൊരു ഡിസ്കൗണ്ട് കിട്ടിയപ്പോൾ മാർക്കറ്റിലുള്ള സകല ബയേഴ്സും എന്ത് ചെയ്യാണ്? അട്രാക്റ്റ് ചെയ്യപ്പെടുകയും അവർ ആ ഡിസ്കൗണ്ട് പ്രൈസിൽ അത് ബൈ ചെയ്യാൻ താല്പര്യപ്പെടുകയും ചെയ്തു. അത് എവിടെ നിന്നാണ് ബൈ ചെയ്യുന്നതെന്ന് നോക്കുന്നത്. കഴിഞ്ഞ ദിവസം ബയേഴ്സ് വളരെയധികം ആക്റ്റീവായിട്ടുള്ള പ്രൈസസ് ഏതൊക്കെയെന്ന് നോക്കി. ഈ വിലയിൽ മാർക്കറ്റ് വന്നപ്പോൾ ഇവിടെ നിന്ന് വലിയൊരു പുഷ് വന്നു. ഈ വിലയിൽ മാർക്കറ്റ് നിന്നപ്പോൾ ഇവിടെ നിന്ന് കണ്ടോ വലിയൊരു പുഷ് വന്നു. അപ്പോൾ ആ വിലയിൽ ഇന്ന് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഓക്കെ, ഇന്ന് മാർക്കറ്റ് ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോവും, അല്ലെങ്കിൽ മുകളിലേക്ക് ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഓവർനൈറ്റിൽ വന്ന മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ മൂലം
ഇന്നലത്തെ പ്രൈസിന് മാർക്കറ്റിൽ ബയ്യേഴ്സിന് ബൈ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുകയാണ്. അത്രയും ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ ബയ്യേഴ്സ് വെറുതെ ഇരിക്കുമോ? ഇല്ല, അവർ ഹ്യൂജായിട്ട് എന്ത് ചെയ്യും? എല്ലാ ബയ്യേഴ്സും ചാടി വീണ് അത് ബൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ആ ഒരു സെൻറ്റിമെൻറ്റാണ് ഞാൻ പറയുന്നത്, ആ ഒരു ബയ്യേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റാണ്. അപ്പോൾ ആൾറെഡി അപ് ട്രെൻഡിലുള്ള ഒരു കാര്യത്തിൽ ഒരു ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ ബയ്യേഴ്സ് എന്ത് ചെയ്യും? അവിടെ വരികയും ബൈ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഒരു ഓപ്പണിംഗ് തന്നെ എന്താ നടന്നു നോക്കി, മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു. കഴിഞ്ഞ ദിവസം മാർക്കറ്റിന് ഏതാണ്ട് ഒരു പുഷ് നടന്ന കറക്റ്റ് ഏരിയയിൽ എത്തിയപ്പോൾ അവിടെ നിന്ന് ഒരു ബൈങ് വന്നത് കണ്ടോ, ഒരു വിക്ക് കണ്ടോ? അതേ ഏരിയയിലോട്ട് പിന്നെയും മാർക്കറ്റ് വന്നപ്പോൾ പിന്നെയും അവിടെ നിന്ന് കണ്ടോ ബൈ വന്നത് കണ്ടോ? എപ്പോഴെല്ലാം ഈ ഒരു കഴിഞ്ഞ ദിവസത്തെ പുഷ് നടന്ന ഏരിയയിലോട്ട് മാർക്കറ്റ് വരുന്നു, അപ്പോഴെല്ലാം അവിടെ നിന്ന് സ്ട്രോങ് ബൈങ് വരുന്നത് കാണാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് സൂചിപ്പിച്ച് തരുന്നത് എന്താണ്? ആൾറെഡി ഇന്നലെ അപ് ട്രെൻഡാണ്, ബയേഴ്സാണ് കൺട്രോളിൽ. ഇന്നലത്തെ ലെവലിൽ മൾട്ടിപ്പിൾ തവണ, 1ഉം 2ഉം തവണ മാർക്കറ്റ് വരുമ്പോൾ അവിടെ നിന്ന് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിൽ ബൈയിങ് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആരുടെ പ്രസൻസാണ് കാണിച്ചിരുന്നത്? ഇതിൽ എവിടെയെങ്കിലും സെല്ലേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടോ? എവിടെയെങ്കിലും സെല്ലേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടോ? ഇല്ല. ഇതെല്ലാം നമുക്ക് ആരുടെ പ്രസൻസാണ് കാണിച്ചിരുന്നത്? ബയ്യേഴ്സിൻ്റെ മാത്രം പ്രസൻസാണ്. ഒരു വീക്ക്നെസ് പോലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല? കാണിച്ചു തരുന്നില്ല. ഇത് ഓപ്പൺ ചെയ്തത് ഇത് ഗ്ലോബൽ സെൻറ്റിമെൻറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസ് കൊണ്ടാണ് ഓപ്പണിങ്ങിൽ നമുക്ക് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ ഒക്കെ വരുന്നത് കേട്ടോ. അല്ലാതെ ഇതിൽ ഈ ഒരു മാർക്കറ്റിൽ ഫ്രഷായിട്ട് സെല്ലേഴ്സ് വന്നതുകൊണ്ടല്ല. അപ്പോൾ ആൾറെഡി ബയ്യേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് പെട്ടെന്നൊരു ഡിസ്കൗണ്ട് വന്നപ്പോൾ എന്ത് ചെയ്തു? അവർ ആ ഒരു ഡിസ്കൗണ്ട് പ്രൈസിന് അത് ബൈ ചെയ്തു. പിന്നെ എന്താ നടന്നതെന്ന് നോക്കി, ആ ഒരു ഡിസ്കൗണ്ടിൽ എല്ലാ ബയ്യേഴ്സും കൂടെ ചാടി വീണപ്പോൾ എന്താ സംഭവിച്ചെന്ന് നോക്കി, അവിടെ നിന്ന് കണ്ടോ ആ ഒരു പോയേക്കുന്ന പോക്ക് കാണാം. വളരെ പെട്ടെന്നൊരു ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ നടന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള മാർക്കറ്റിൽ സെൻറ്റിമെൻറ്റ് റീഡ് ചെയ്യാൻ മാർക്കറ്റിൻ്റെ പാറ്റേൺ, ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പാറ്റേൺസും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മാർക്കറ്റിൻ്റെ ബയ്യേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും സെൻറ്റിമെൻറ്റ് വർക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയത് നമുക്ക് മാർക്കറ്റിനെ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് കൂടുതൽ ബെറ്ററായിട്ട് നമുക്ക് പേഴ്സ്പെക്റ്റീവ് കിട്ടും മാർക്കറ്റിനെ കുറിച്ച് കേട്ടോ. അല്ലാതെ നമ്മൾ ഈ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ്, മറ്റ് പാറ്റേൺസ്, ആ പാറ്റേൺ ഇവിടെ ഉണ്ട്, ഈ പാറ്റേൺ, ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അതൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാവും, കൺഫ്യൂഷനാവും പലരും. അപ്പോൾ പക്ഷേ സെൻറ്റിമെൻറ്റ്, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ബയ്യേഴ്സ്, കാരണം മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്ന ബയ്യേഴ്സ് സെല്ലേഴ്സുമാണ്, അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ സെൻറ്റിമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പാറ്റേൺസ് നോക്കേണ്ട ആവശ്യം പോലും നമുക്കില്ല. ഓക്കെ, കാരണം മാർക്കറ്റിൻ്റെ അകത്തുള്ള പ്ലെയേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ് റീഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു നല്ല ഐഡിയ കിട്ടുന്നതായിരിക്കും.